ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്സ് ആട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റ് ആട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സവാള ഇട്ട് എടുത്തിട്ടുള്ളത്. അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ആട്ട് കൊടുക്കണം. ബീഫ് കട്ട്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബീഫ് മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തതാട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഈ മസാലയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടിച്ചതാട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കോഴിമുട്ടയിലേക്ക് ഞാനിതാ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഞാൻ അതിന് കുറച്ച് മസാല എടുത്തിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ടൻ്റെ മിക്സില്ലേ അതിലൊന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിടാം. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോമ്പൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.